ഹലോ ഗൈസ്, അങ്ങനെ ഒരു ട്രെയിലറും കിട്ടാതെ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കപ്പ ടി വിയിലില്ലേ ഒരു പുതിയൊരു ട്രെയിലർ ഞാൻ കാണുന്നത്. അപ്പോൾ ആ ട്രെയിലറാണ്, ആ സിനിമേൻ്റെ ട്രെയിലറാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സിനിമേൻ്റെ പേര് ഹരി അപ്പ് ടുമാറോ എന്ന് പറയുന്നതാണ്. എസ്പെഷ്യലി ഇതിൻ്റെ മെയിൻ ലീഡായിട്ട് വരുന്നത് ജെന്നയാണ്, നമ്മുടെ വെനസ്ഡേ സീരീസിലെ ആ ഒരു നായിക. അതേപോലെ തന്നെ ദ വീക്കെൻഡും ഉണ്ട്. അപ്പം നമുക്ക് ഈ സിനിമേൻ്റെ ട്രെയിലർ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. I love you, bro, but for the love of God, you need to relax. So I see heaven after love. I know this is all really intense, but I'm not trying to hurt you. I want heaven when I die. You were hurting yourself, and you were hurting everyone around you. Something has to change. ഗൈസ്, കിടുക്കാച്ചി ട്രെയിലർ അല്ലേ? സത്യം പറയാലോ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ ട്രെയിലർ കാണാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് എസ്പെഷ്യലി ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. അതേപോലെ തന്നെ ഇതിനകത്തുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു നല്ലൊരു സോങ്ങും കൂടിയാണ്. ഈ ഒരു സിനിമേൻ്റെ ട്രെയിലർ ഇറക്കുന്ന ആ സമയത്ത് തന്നെ വീക്കെൻഡ് പുള്ളി ഈ ഒരു ഹറി അപ്പ് ടുമാറോ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സോങ്ങും കൂടെ പുള്ളി ഇറക്കിയിട്ടുണ്ട്. എനിക്ക് പുള്ളിനെ കുറിച്ചൊന്നും അധികം കൃത്യമായിട്ട് അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതിനുശേഷം ഈ ഒരു സിനിമയെ കുറിച്ച് നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യുമ്പോഴാണ് പുള്ളിനെ കുറിച്ച് അറിയുന്നത്. പുള്ളി ഒരു കിടുക്കാജി സിംഗറാണ്. ഇത് വീക്കെൻഡ് എന്ന് പറയുന്നത്. പുള്ളിൻ്റെ യഥാർത്ഥ പേര് ഏബൽ എന്നാണ്. അപ്പം അതേപോലെ തന്നെ ഇതിനകത്തെ അടുത്ത ക്യാരക്ടറായിട്ട് വരുന്നത് ജെന്നയാണ്. ജെന്നേനെ ഞാൻ നമ്മുടെ വെനസ്ഡേ സീരീസ് അത് ഞാൻ ഫുള്ളായിട്ടൊന്നും കണ്ടിട്ടില്ല, ചെറിയ രീതിയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സീരീസ് കണ്ടപ്പോഴാണ് പുള്ളിക്കാരത്തിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ അറിയാൻ തുടങ്ങിയത്. പിന്നെ ഇതിനകത്തെ ഡയറക്ടറിൻ്റെ പേരെന്ന് പറയുന്നത് ട്രെയ് എഡ്വേർഡ് ഷൾട്സ് എന്നാണ്. പുള്ളീൻ്റെ ഫിലിമോഗ്രഫി നോക്കിയപ്പോഴാണെങ്കിലും പുള്ളി നല്ല സിനിമകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ മാസമാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത്, അടുത്ത ആഴ്ച. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ലൊരു ബെസ്റ്റ് വിഷസ് ഈ സിനിമയ്ക്ക് കൊടുക്കാം.